പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പ് കൊണ്ട് പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് തീർത്ഥാടന കത്തോലിക്ക ദേവാലയത്തിന്റെ ഭാരവാഹികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ വർഷത്തെ പെരുന്നാളും മറ്റ് ക്രമീകരണങ്ങളൊക്കെയാണ് നമ്മളോട് വിവരിക്കുന്നത്. ചന്ദനപ്പള്ളി ദേശത്തെ സംബന്ധിച്ചിടത്തോളം ചന്ദനപ്പള്ളി തിരുനാള് പ്രധാനമായിട്ടും മെയ് 1 മുതൽ 7 വരെ ഈ സെന്റ് ജോർജ് തീർത്ഥാടന കത്തോലിക്ക ദേവാലയത്തിൽ നടത്തപ്പെടുകയാണ്. പ്രധാനമായിട്ടും 6ഉം 7ഉം നമ്മുടെ പ്രസിദ്ധമായ വൈകിട്ട് തിരുനാൾ റാസയും അതുപോലെ വിശുദ്ധ കുർബാനയും തുടർന്ന് ചരിത്രപ്രസിദ്ധമായ ചെമ്പെടുപ്പ് റാസയുമാണ് നടക്കുന്നത്. ഈ ചെമ്പെടുപ്പ് റാസയിൽ ഈ വർഷം പ്രത്യേകമായിട്ടും ഏഷ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് നേടിയ സ്ത്രീകളുടെ ചെമ്പെടുപ്പ് റാസ പ്രാധാന്യം അർഹിക്കുന്നു. ഈ ചെമ്പെടുപ്പ് റാസയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നാടിന്റെ നാനാഭാഗത്തു നിന്നും നാനാജാതി മതസ്ഥര് ഈ തീർത്ഥാടന ദേവാലയത്തിലേക്ക് എത്തിച്ചേരുകയും പ്രത്യേകമായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പ് വണങ്ങി മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ധാരാളം അനുഗ്രഹ സാക്ഷ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അതിനായി പ്രത്യേകിച്ച് പ്രവാസികൾ ധാരാളമായിട്ട് ഈ നാട്ടിലേക്ക് എത്തിച്ചേരുന്നു. ഈ തീർത്ഥാടന ദേവാലയത്തിന്റെ തിരുനാളിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ജോൺ കന്നൂരോട് മറ്റ് നമ്മുടെ ഈ ജില്ലയിലെ മറ്റ് ദേവാലയങ്ങളിൽ വ്യത്യസ്തമായി എന്തൊക്കെയാണ് ഈ ചന്ദനപ്പള്ളിക്കുള്ള പ്രത്യേകത? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്ത്രീകളുടെ ചെമ്പെടുപ്പ്. സ്ത്രീകളുടെ ചെമ്പെടുപ്പ് ഈ കേരളത്തിലെങ്ങും തെക്കേ നമ്മുടെ തിരുവിതാംകൂറിലെങ്ങും സ്ത്രീകളുടെ ചെമ്പെടുപ്പില്ല. ചന്ദനപ്പള്ളിയിലെ മാത്രം പ്രത്യേകതയാണ് സ്ത്രീകളുടെ ചെമ്പെടുപ്പ്. അതിനിങ്ങനെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ അവരുടെ അവാർഡ് കിട്ടിയെന്നുള്ളതും ചന്ദനപ്പള്ളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത 3-ാം തീയതി, ഈ മാസം 3-ാം തീയതി ഈ ഇടവകയിലെ അംഗങ്ങൾ തന്നെ അഭിനയിക്കുന്ന ബാബിലോണിലെ ദൈവശബ്ദം എന്ന് പറയുന്ന ഒരു നാടകം ഇവിടുത്തെ അംഗങ്ങൾ തന്നെ, ഇടവക അംഗങ്ങൾ തന്നെ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നതും ചന്ദനപ്പള്ളിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. പള്ളിയിലെ പ്രത്യേകത ഈ തിരുശേഷിപ്പ് ഉണ്ടാവും. വിശുദ്ധ ഗീവർഗീസായുടെ തിരുശേഷിപ്പ് നമ്മുടെ ഈ സമീപ ഇടവകളിൽ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ഒരേ ഒരു ദേവാലയം ചന്ദനപ്പള്ളി സെന്റ് ജോർജ് തീർത്ഥാടന കത്തോലിക്ക ദേവാലയമാണ്. അത് വണങ്ങുന്നതിന് വേണ്ടി നാടിന്റെ നാനാഭാഗത്തു നിന്നും അനേകായിരങ്ങളാണ് ഇന്ന് കൊടിയേറ്റോട് തുടങ്ങുന്നത്. ഈ കൊടി ഇറക്ക് വരുന്ന 8-ാമിടം വരെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തീർത്ഥാടകരെത്തുന്ന ഒരു വിശുദ്ധ ദേവാലയമാണ് ചന്ദനപ്പള്ളി. പെരുന്നാളിന്റെ ഭാഗമായിട്ടാണോ ഈ പൊതുസമ്മേളനം നടത്തിയത്? അതെ, പെരുന്നാളിന്റെ ഈ 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന വാരാഘോഷമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീന മാറോയി അവളുകൾ ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. ഇതിന്റെ പള്ളിയുടെ ചുമതലയും മറ്റ് ഭദ്രാസനമൊക്കെ ഇത് പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ കീഴിലാണ് ചന്ദനപ്പള്ളി തീർത്ഥാടന കത്തോലിക്ക ദേവാലയം. അഭിമന്യ ഐറേനിയസ് പിതാവും പരിശുദ്ധ കാതോലിക്ക ബാബ തിരുവേനിയും ഈ തിരുനാളിൽ പങ്കെടുക്കുന്നത്. ഇതിന്റെ ലോഗോ പ്രകാശനം ചെയ്തത് അത്യഭിമന്യ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ടാണ്. ഈ തിരുനാൾ കർമ്മങ്ങളിലെല്ലാം മലങ്കര കത്തോലിക്ക സഭയുടെ എല്ലാ പിതാക്കന്മാരും എത്തിച്ചേരുന്നുണ്ട്. പരിശുദ്ധ ബാബ ഈ തിരുനാളിലെത്തും. പരിശുദ്ധ ബാബ നേരത്തെ തന്നെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തുമെന്നാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇതുവരെയുള്ള വിവരം. ചന്ദനപ്പള്ളി ഇടവക തിരുനാളിന്റെ ആഘോഷങ്ങളിലൊക്കെ വളരെ ഗംഭീരമായി മുന്നേറുകയാണ്. ചന്ദനപ്പള്ളി തിരുനാളിന്റെ വികാരി എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഇത് ഒരു പള്ളിയുടെ പെരുന്നാളല്ല, മറിച്ച് ഒരു ദേശത്തിന്റെ പെരുന്നാളാണ്. ധാരാളം ആളുകൾ ഇവിടെ തീർത്ഥാടകരായി എത്തുന്നു. അത് നാനാജാതി മതസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഐക്യവും കൂട്ടായ്മയൊക്കെ നമുക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ള നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ചന്ദനപ്പള്ളി പെരുന്നാളിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.